ബ്രസീലിലെ സേവനങ്ങൾ അവസാനിപ്പിച്ച് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ബ്രസീൽ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നീക്കം. എക്സിലെ ചില ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ബ്രസീൽ കോടതി ജഡ്ജി അലക്സാന്ദ്രെ ഡി മോറസ് എക്സിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രസീലിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനവുമായി എക്സ് രംഗത്തെത്തിയത്. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ബ്രസീലിലെ കമ്പനി പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമെന്ന് മോറസ് ഭീഷണിപ്പെടുത്തിയതായി എക്സ് ആരോപിച്ചു. അതിനാൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും എക്സ് അറിയിച്ചു. എന്നാൽ ജനങ്ങൾക്ക് എക്സിന്റെ പ്രവർത്തനം ലഭ്യമാകുമെന്നും അവർ വ്യക്തമാക്കി. മോറസ് ഒപ്പിട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു രേഖയും എക്സ് പുറത്തുവിട്ടു. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ പ്രതിദിനം $3,653 പിഴ ചുമത്തുമെന്നും എക്സ് പ്രതിനിധി റേച്ചൽ നോവ കോൺസെക്കാവോയെ അറസ്റ്റ് ചെയ്യുമെന്നും രേഖയിൽ പറയുന്നു. ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയുടെ കാലത്ത് വ്യാജ വാർത്തകളും വിദ്വേഷ സന്ദേശങ്ങളും പ്രചരിപ്പിച്ച ഡിജിറ്റൽ മിലീഷ്യകൾ എന്നറിയപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട എക്സിലെ ചില അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ജഡ്ജിയായ മോറസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അക്കൗണ്ടുകൾ സജീവമാക്കുമെന്ന നിലപാടാണ് ഇലോൺ മസ്ക് സ്വീകരിച്ചത്. തുടർന്ന് മസ്കിനെതിരെയും അന്വേഷണം ആരംഭിച്ചിരുന്നു. നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണെന്ന് തുടർന്ന് എക്സ് അധികൃതർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ബ്ലോക്ക് ചെയ്യപ്പെട്ട ഉപയോക്താക്കൾ സജീവമായി തുടരുന്നത് സാങ്കേതിക പിഴവാണെന്നും എക്സ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.